ഹായ് ഹലോ, ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മിനി സൂ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാനും ഒപ്പം വിഷ്ണുവേട്ടനുണ്ടേ. അപ്പം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇങ്ങനെ ആദ്യം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ ഇരിക്കുന്നത് ഒരു മൂങ്ങയാണ് കേട്ടോ, കൂട്ടിലൊന്നും അല്ല. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് നമ്മുടെ മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞൊരു കൂട്ടിൻ്റെ അകത്തൊരു കുഞ്ഞു പാമ്പിൻ്റെ കുഞ്ഞ് കിടപ്പുണ്ടേ. കണ്ടാൽ നമുക്ക് വലുതായിട്ട് തോന്നുമെങ്കിൽ കുഞ്ഞു പാമ്പായിരുന്നു. അങ്ങനെ ആ ചെറിയ പാമ്പിനെ കണ്ട് അകത്തോട്ട് വന്നപ്പോൾ തേടാ വലിയൊരു പാമ്പ് കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ മിനി സൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടുത്തെ എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവികളെയും നമുക്ക് അവരുടെ അടുത്ത് കൈ തരും കേട്ടോ. നമുക്കതിനെ ടച്ച് ചെയ്ത് നോക്കാം. പാമ്പിനെ നമുക്ക് കഴുത്തേ കൂടി ഇട്ട് തരും. അതിനെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട് കേട്ടോ അവിടെ. അവനിപ്പോൾ കണ്ടതൊക്കെ ഇഗ്വാനാസ് ആണ്. പിന്നെ നമ്മുടെ കുഞ്ഞരണയുണ്ട്. ഇത് വൈറ്റ് കളറുള്ള ഒരു സ്നേക്കാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമുക്ക് അതിന് ഇട്ടേക്കുന്ന കൂടിൻ്റെയൊക്കെ ഡോറ് തുറന്ന് തന്നു കേട്ടോ, വീഡിയോ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനെയൊക്കെ ഇവരെടുത്ത് നമുക്ക് കയ്യിൽ തരും കേട്ടോ. നമുക്കതിനെ ടച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ വിഷ്ണുവേട്ടൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒന്നും ചെയ്യത്തൊന്നുമില്ല, ഇങ്ങനെ അനങ്ങാതെ നമ്മുടെ ദേഹത്ത് ഇരുന്നോളും കേട്ടോ. പിന്നെ ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണ് ഇത്. ഇവരിതിനെ നമുക്ക് കഴുത്തേ ഇട്ട് തരും, ദേഹത്തൂടെയൊക്കെ ഫുള്ള് ചുറ്റിയൊക്കെ തരും കേട്ടോ. പിന്നെ മുമ്പേ കണ്ട ആ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ജീവിയുടെയൊക്കെ വേറെ പല ടൈപ്പ് കളേഴ്സിലുള്ളതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് കുറുക്കൻ്റെ കുഞ്ഞാണേ. അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ജീവികളുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ വലുതും അതിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് മരപ്പെട്ടിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോപ്പി ലുവാക്ക് എന്ന കോഫി പൗഡർ ഈ മൃഗത്തിൻ്റെ കാഷ്ടത്തിൽ നിന്നാണ് കേട്ടോ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ കാണുന്ന റാബിറ്റ് ലോകത്തിലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള റാബിറ്റാണെന്നാണ് പറഞ്ഞത്. ഇതും അവിടെ ഉള്ളതിൽ വെച്ച് വലിയൊരു പാമ്പായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഒരു വലിയ തവളയാണ് കേട്ടോ. അത് നമുക്ക് അവിടുത്തെ സ്റ്റാഫ് അതിൻ്റെ ഡോറൊക്കെ തുറന്നു തന്നെ. ഞാൻ കണ്ടതിൽ വെച്ച് അത്യാവശ്യം വലിയൊരു തവളയായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനെയും നമുക്ക് അതിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്യാം. പേഷ്യൻ ക്യാറ്റ്സും ഉണ്ട്, നോർമൽ ക്യാറ്റ്സും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കങ്കാരുവാണ് കേട്ടോ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളാണേ. പിന്നെ ഇതൊരു കുഞ്ഞ് ആട്ടിൻകുട്ടിയാണ്, നമ്മളധികം കണ്ടിട്ടില്ല. പക്ഷേ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ആട്ടിൻകുട്ടി. ഇതിനെ നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് നടക്കാം കേട്ടോ. പിന്നെ ആമക്കുഞ്ഞുങ്ങളുണ്ട്. ഈ കാണുന്നത് വലിയൊരു ആമയാട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആമയായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലല്ല, പക്ഷെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ട്രെയ്ക്കകത്ത് കാണുന്ന മൊയിലും കുഞ്ഞിനെയും ആമേനെയും ഈ താറാവും കുഞ്ഞിനെയൊക്കെ അവർ നമുക്ക് കയ്യിലെടുത്ത് തരും കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. അതുങ്ങളെ ഇട്ടേക്കുന്ന കൂട്ടിനുള്ളിൽ നമുക്ക് കയറാം കേട്ടോ. പിന്നെ അവിടെ സൈഡിൽ തന്നെ ഒരു മൂങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനെ അവർ ജസ്റ്റ് എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നേ. ആദ്യം എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കുരങ്ങിനെയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ. വിഷ്ണുവേട്ടൻ ജസ്റ്റ് അതിനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൂവിൻ്റെ മേളിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ. അത് വലിയൊരു കിളിക്കൂടാണ്. ഒരുപാട് ലവ് ബേർഡ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അതുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡ് തന്നിട്ട് നമുക്ക് ആ കിളിക്കൂടിൻ്റെ അകത്ത് കയറാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ കയ്യിൽ വെച്ചിരുന്ന ഫുഡെല്ലാം അതുങ്ങൾ വന്ന് നമ്മുടെ കയ്യിലിരുന്ന് കൊത്തി തിന്നും കേട്ടോ. നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ ഒരുപാട് കിളികൾ വന്ന് നിൽപ്പുണ്ടായിരുന്നേ.
അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മൂങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടൻ ജസ്റ്റ് അതിനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നമ്മൾ കൈയൊക്കെ താഴെ വന്ന് വാഷ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.